നമസ്കാരം. എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത്? ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു. അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂഞ്ഞാർ സംഭവത്തിൽ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഒരു ഭാഗം. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് വായിൽ വരുന്നതെല്ലാം തോന്നുന്ന രീതിയിൽ വിളിച്ചു പറയാമെന്ന് കരുതരുത്. താൻ ഇരിക്കുന്ന സ്ഥാനം എന്തെന്നത് കൃത്യമായുള്ള ബോധമുണ്ടാകണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ EK സുന്നി വിഭാഗത്തിന് പിന്നാലെ AP സുന്നി വിഭാഗവും രംഗത്തെത്തിയിരിക്കുകയാണ്. AP വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൻ മുഖപ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം വസ്തുതകൾ ശരിയായി മനസ്സിലാക്കിയിട്ടാണോ എന്നുമായിരുന്നു മുഖപ്രസംഗത്തിലുള്ളത്. കുറ്റകൃത്യങ്ങൾക്ക് മതഛായ നൽകുന്നത് നാടിനെ അരക്ഷിതമാക്കും. കേരള മുഖ്യമന്ത്രിയെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു ഭരണാധികാരിയിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിക്കൂടാ. സംഘപരിവാറിനെ മൂലക്കിരുത്താൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ ഇടത് ഐക്യമുന്നണി. ഓരോ വാക്കിലും സൂക്ഷ്മത ഉണ്ടാകണം. വിഷയത്തിൽ പോലീസ് പക്ഷപാത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നായിരുന്നു മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിൽ വെച്ചാണ് KNM വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ വിഷയം പരാമർശിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിരൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായത്. പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിനെ കുറിച്ചായിരുന്നു പ്രതികരണം. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വിഭാഗത്തിനെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ഹുസൈൻ മടവൂർ വ്യക്തമാക്കി. എന്നാൽ ഈരാറ്റുപേട്ടയിൽ നടന്നത് തെമ്മാടിത്തം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമത്തെ തെമ്മാടിത്തമെന്നും മുസ്ലിം വിഭാഗമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുമായിരുന്നു പിണറായി വിജയന്റെ ആരോപണമെന്നാണ് ഇവർ പറയുന്നത്. ഇതിനെതിരെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സമസ്ത രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറാജ് ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത്? ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു. അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്നല്ലേ നമ്മൾ കരുതുന്നത്? പക്ഷേ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്നുവെന്നും പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാമെന്നും തെറ്റുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടി എടുക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്.